60 അല്ല, 0 to 14 3 സെക്കൻഡാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എപ്പായി നോക്കി. ഹായ്, ഹലോ, നമസ്കാരം. നമ്മളിപ്പോൾ ബാംഗ്ലൂരിലെ മെക്കോ റേസിംഗ് എന്ന് പറയുന്ന ആ ഒരു ഗോകാർട്ട് ട്രാക്കിലാണ്. ഇവിടെ വരാനുള്ള കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഈ ഒരു വണ്ടിയുടെ ഒരു വാക്കർ കൊണ്ടും ആ ഒരു എന്താ പറയുക, ആ ഒരു അൺവീലിംഗ് ഇവൻറ്റും നമ്മൾ കവർ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞ കാര്യമുണ്ട്, ഒരു ഇത്തിരി പ്രത്യേകതയുള്ള ഒരു ബൈക്കാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ബൈക്കാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ബൈക്കിൻ്റെ പ്രത്യേകത അറിയാൻ വേണ്ടിയിട്ട് ഒരു ട്രാക്കിൽ വരാൻ പറ്റിയ ഒരു ഗുണമായിട്ട് ഞാൻ കാണുന്നു. അതായത് ഒരു 5-6 റൗണ്ട് നമ്മളിപ്പോൾ ഓടിച്ചു കഴിഞ്ഞു ഇവിടെ. അപ്പോൾ ശരിക്കും ഒരു ബൈക്ക് പോലെ ഫീലൊക്കെ ചെയ്യുന്നുണ്ട്, അത് ബൈക്കിൻ്റെ ഒരു ഫീലൊക്കെ ഉണ്ട് കോർണറിങ്ങിലൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഓബൻ എന്ന് പറയുന്ന കമ്പനിയുടെ ആ ഒരു റോർ എന്ന് പറയുന്ന ഇലക്ട്രിക് ബൈക്കിനെ ഒന്ന് ഓടിക്കാനാണ്. ഓടിക്കാന്ന് പറയുമ്പോൾ റൈഡ് റിവ്യൂ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്ഷൻ വേഷൻ അല്ല, ഇതൊരു സ്പെക്ഡ് വേഷനാണ്. അത് നമുക്ക് ഓടിക്കാൻ വേണ്ടി തന്നിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ വണ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടിപ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ സാധനം നമുക്ക് ഈ വണ്ടിയെ വിശദമായി തന്നെ പരിചയപ്പെടാം. എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് എന്താ പറയുക എളുപ്പമുണ്ടെന്ന്, അതായത് നമ്മൾ ഈ വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. അപ്പോൾ ഈ വന്ന മാറ്റങ്ങളും അല്ലെങ്കിൽ പുതിയ വന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളതും, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഡിസൈനെ കുറിച്ചൊന്നുമല്ല പറയുന്നത്. എനിക്ക് തോന്നുന്നു വണ്ടി ഓടിക്കുന്ന കാര്യങ്ങൾ മാത്രമാണെന്ന് ഫോക്കസ് ചെയ്യണത്. എന്തായാലും ഞാൻ ചെറിയൊരു ഗ്ലിംസ് തരാം. ആ ഒരു ഗ്ലിംസിന് ശേഷം നമുക്ക് വണ്ടി എടുത്ത് ഓടിക്കാം. അപ്പോൾ ഇനിയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടാതെ ബെല്ലെ കൂടി ക്ലിക്ക് ചെയ്യാം. അതായത് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നില്ല പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, vandipranthan.com വെബ്സൈറ്റ് സന്ദർശിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ തന്നെ കിട്ടും. അതായത് വാർത്തകളും അല്ലെങ്കിൽ ആർട്ടിക്കിളൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. LED ഹെഡ് ലാമ്പ് ഓബൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഓബൻ എന്നുള്ള ലോഗോയുള്ള വട്ടത്തിലുള്ള ആ ഒരു LED DRനോട് കൂടിയ ഒരു ഹെഡ് ലാമ്പിന് ഒരു സിൽവർ ഫിനിഷിലൊക്കെ ഒരു ബോഡി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ബോഡി എന്ന് പറയാൻ പറ്റില്ല, ഒരു കവർ എന്ന് പറയാൻ പറ്റുള്ളൂ, ഒരു ബോർഡർ പോലെ. താഴെയായിട്ട് ഈ മഡ് ഗാർഡ് അത്യാവശ്യം സ്റ്റഡി ആയിട്ട് തോന്നി. അപ്പോൾ ബോഡി കളറും കൂടാതെ ബ്ലാക്ക് ഇൻസേർട്ടുകളും ഉണ്ട്. ഇനി LED ഇൻഡിക്കേറ്റേഴ്സാണ്. ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഒരു മീറ്റർ കൺസോൾ, അല്ലെങ്കിൽ എന്താ പറയുക ഒരു കൺസോൾ എന്ന് പറയുന്നത്. താഴെയായിട്ട് ആ ഒരു ഫോർക്കിന് ഇരുവശത്തും ആ റിഫ്ലക്ടറുകളുണ്ട്. ഇനി ഈ ഒരു ഫോർക്ക് എന്ന് പറയുന്നത് ബൈക്കുകൾക്ക് തുല്യമായിട്ടുള്ള അത്യാവശ്യം വലിയ ഫോർക്ക് തന്നെയാണ്. അപ്പോൾ വീലിൻ്റെ സൈസ് കൂടി പറയണം. അതായത് വലിയ വീലാണ്. വലിയ വീലാണെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, സാധാരണ ICE ബൈക്കുകൾക്ക് സമാനമായ വീലെന്ന് പറയാം. അപ്പോൾ വലിയ ഡിസ്ക് ബ്രേക്കുകളുണ്ട്. ഡിസ്ക് ബ്രേക്കുകൾ എന്ന് പറയാൻ കാരണം പിന്നിലും മുന്നിലും ഡിസ്ക് ബ്രേക്കുകളാണ്. ഈ ഒരു ബൈബറിൻ്റെ ആ ഒരു കാലിപ്പറൊക്കെ തന്നെ കാണാം. ഇനി ഈ ഒരു ബോഡിയുടെ കാര്യം പറയുമ്പോൾ, അതായത് ഈ ഒരു ടാങ്കിൻ്റെ എക്സ്റ്റൻഡർ, അതായത് സിൽവർ കളർ കൊടുത്ത എക്സ്റ്റൻഡർ കാണാൻ ഇത്തിരി ഭംഗി തോന്നി. അതായത് നമ്മളെന്നാൽ വാക്കറൗണ്ട് കണ്ട ഒരു ഇത്തിരി പോരായ്മകളൊക്കെ തന്നെ പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ഈ ഒരു ടാങ്ക് എന്ന് പറയുന്നത് രൂപത്തിനാണ്, ടാങ്കല്ല ബാറ്ററിയാണത്. അതിൻ്റെ മുകളിൽ തന്നെയാണ് ഇഗ്നിഷൻ കീ എന്ന് പറയുന്നത്. ഇനി ബജാജ് പൾസർ കണ്ട, അല്ലെങ്കിൽ അതുപോലെ ബൈക്കുകൾ കണ്ടിട്ടുള്ള ആ ഒരു ടാങ്കിൻ്റെ മുകളിലെ പ്രൊട്ടക്ഷൻ കൊടുത്തുള്ള ഈ ഒരു പാഡ് കണ്ടോ. കൂടാതെ ബൈക്കുകളിൽ ഉള്ള സീറ്റാണ്, സിംഗിൾ സീറ്റാണ്. അതിന് മുന്നിൽ ആ ഒരു ഗ്രാബ് റെയിൽ കൂടി കാണാം. 2 ഗ്രാബ് റെയിൽ കണ്ടില്ലേ, 2 ബുൾ ഹോണൊക്കെ പോലുള്ള. ഇനി മോണോ ഷോക്കാണിത്. മോണോ ഷോക്ക് എന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഷോക്ക് അബ്സോർവർ, വൈറ്റ് സ്പ്രിങ് കാണാം. കൂടാതെ ഈ ഒരു പീസിലൊക്കെ ഒരു ഇത്തിരി പെയിൻറ്റ് ക്വാളിറ്റി കുറവായിട്ട് തോന്നി. അതായത് എനിക്ക് തോന്നുന്നു പ്രൊഡക്ഷൻ വേഷം വരുമ്പോൾ ശരിയാക്കുമായിരിക്കും. ഈ അലുമിനിയം ഫുട് പേക്കും സാധാരണ ബൈക്കുകളെ പോലെ തന്നെ ഉണ്ട്. ഇനി വലിയ സ്വിങ്ങാമാണ്. 130 സൈസായിട്ടുള്ള ബാക്ക് വീലുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബൈക്കിൻ്റേതുള്ള ഹാൻഡ്ലിങ് ഒട്ടും വെറുതെ അല്ല എന്നർത്ഥം. കൂടാതെ ഈ ഒരു ഡിസ്ക് കാലിപ്പർ എവിടെയും കാണാം. ഇതൊരു സിംഗിൾ കാലിപ്പറാണ്, മുന്നിൽ ഡബിൾ കാലിപ്പറാണെങ്കിൽ. ഇനി സ്പോർട്സ് ബൈക്കുകൾക്ക് സമാനമായിട്ടുള്ള ഈ ഒരു വീലിൻ്റെ പിന്നിലുള്ള ഈ ഒരു നമ്പർ പ്ലേറ്റ് ഹോൾഡറും ഈ LED ഇൻഡിക്കേറ്റേഴ്സും ഈ ഒരു LED ടൈൽ ലാമ്പും അത്യാവശ്യം ഒരു ഭംഗിയൊക്കെ കൊടുക്കുന്നുണ്ട് ഈ വണ്ടിക്ക്. ഇനി ബെൽറ്റ് ഡ്രൈവാണ്. അപ്പോൾ ആ ഒരു ബെൽറ്റ് ഡ്രൈവും കൂടി നിങ്ങൾക്ക് വിശദമായി തന്നെ കാണാം. ഇനി ഈ ഒരു ബാറ്ററി പാക്കിന് താഴെയും ആ ഒരു ബോഡി കളറിൽ ഒരു പീസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ സിൽവർ ഇൻസെർട്ട് കൂടിയും കാണാം. അപ്പോൾ ഒരു ചെറിയൊരു ഡിസൈൻ എലമെൻ്റ് കാര്യം പറയണം. അതായത് ചെറിയ ഹോളുകളൊക്കെ തന്നെ ആ ഒരു പച്ച പെയിൻ്റ് അടിച്ച് വൃത്തിയായി തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, 150 കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്നുള്ളത്. അതായത് അപ്പോൾ ചാർജിങ് സോക്കറ്റ് ആദ്യം കാണിക്കാം. ഈ ഒരു ചാർജിങ് സോക്കറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടാങ്കിൻ്റെ പൊസിഷൻ്റെ മുകളിൽ തന്നെയാണ്. അതായത് ടാങ്ക് ഞാൻ വീണ്ടും പറയുന്നത് ടാങ്ക് അല്ലത്, ഇത് ആ ഒരു ബാറ്ററിയുടെ ഹൗസിംഗ് ആണ്. ഇവിടെയാണ് ചാർജിങ് സോക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചാർജിങ് സോക്കറ്റിൻ്റെ പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ വയർ കൂടെ കൊണ്ട് നടക്കണ്ട. ഈ ഒരു വയർ എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയിൽ ഫിക്സഡാണ്. അപ്പോൾ നമുക്ക് ഈ വയറിങ് പുറത്തേക്ക് എടുത്തിട്ട് ആ ഒരു സാധാരണ പവർ പ്ലഗിൽ ഊതി ചാർജ് ചെയ്യാന്നുള്ളത് ഒരു ഗുണമായി പറയാം. അപ്പോൾ ഇത് കൊണ്ടുനടക്കേണ്ട വേറൊരു ബാഗോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും വേണ്ടെന്നുള്ളതാണ്. ഇനി ഇത് അടയ്ക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഒരു പീസുകൾ ഈ ഒരു ഗാഡി കൊളുത്തി അങ്ങ് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ഇനി സെക്യൂറായിട്ട് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഈ ഒരു ഓബൻ ഉണ്ട്, അതായത് റോറുണ്ട്. ഈ ഒരു ഡോറിന് ഒരു ചെറിയ പീസ് ഉണ്ടാവും. ഈ പീസിനകത്തൂടെ ആ ഒരു വയർ പുറത്തേക്ക് എടുത്ത് നമുക്ക് ചാർജ് ചെയ്യാനുള്ളതാണ്. അതായത് ഇത് ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ചാർജ് ചെയ്യാം. അപ്പോൾ സേഫ്റ്റിയുടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. 10 കിലോവാട്ടാണ് ഈ ഒരു റോറിൻ്റെ മാക്സിമം പവർ. അതായത് 60 Nm മാക്സിമം ടോർക്ക് ഉണ്ട്. ഇനി ഫൈനൽ ഡ്രൈവ് എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റേജ് സിങ്ക്രണസ് ബെൽറ്റ് ഡ്രൈവാണ്.
FOC കൺട്രോൾ കൂടിയാണ്. കൂടാതെ ഈ ഒരു ബാറ്ററി പാക്കിന് പ്രത്യേകതയുണ്ട്. ഇത് LFP എന്ന് പറയുന്ന 4.4 kW ബാറ്ററി പാക്കാണ്. ടയർ ഞാൻ നേരത്തെ പറഞ്ഞു 110 അല്ലെങ്കിൽ 130 സൈസാണ്. ഫ്രണ്ട് 110ഉം ബാക്ക് 130ആണ്. കൂടാതെ ഈ ഒരു സസ്പെൻഷൻ മോണോഷോക്കും കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം നല്ലൊരു കാര്യമായിട്ട് പറയാം. ഇനി 12 വോൾട്ട് LED ബേസ് ഇൽലുമിനേഷൻസും കൂടിയുണ്ട്. കൂടാതെ LED ഡിസ്പ്ലേ കളേർഡ് ആണെന്നുള്ളതാണ്. ഈ ഒരു ഹാൻഡിൽ ബാറിനും കൂടി പ്രത്യേകത ഉണ്ട്. നല്ല വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. ഹാൻഡിൽ ബാറിൻ്റെ ഗ്രിപ്പൊക്കെ തന്നെ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് തോന്നി. ഇനി ഈ ഒരു സ്വിച്ച് ഗിയറൊക്കെ തന്നെ നമ്മൾ ബജാജ് പൾസറിൽ കണ്ട ആ ഒരു ക്വാളിറ്റി തോന്നി. ഇനി ഇത് ഹോൺ സ്വിച്ചാണ്, കൂടാതെ അവിടെ പാസ് സ്വിച്ച് കൂടി ഉണ്ട്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ബ്രേക്കുകൾ എന്ന് പറയുന്നത് കൈ തന്നെയാണല്ലോ. ഇനി ഇവിടെ ആ ഒരു എഞ്ചിൻ കിൽ സ്വിച്ച് കാണാം. എഞ്ചിൻ കിൽ സ്വിച്ച് എന്ന് പറയുമ്പോൾ മോട്ടോർ കിൽ സ്വിച്ച് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ഇതങ്ങ് ഓൺ ആക്കിയിട്ട് ഇതൊന്ന് പ്രസ് ചെയ്താൽ വണ്ടി അങ്ങ് ഡ്രൈവ് മോഡിലാവും. ഒബൻ ഇലക്ട്രിക് ബൈക്സിൻ്റെ റോർ എന്നുള്ള വണ്ടി നമ്മൾ ഓടിക്കുകയാണെന്ന് ഊന്നി പറയുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു വണ്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ബാംഗ്ലൂർ വന്നു, ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടിപ്പോൾ കുറച്ച് മാസങ്ങളായി. അപ്പോൾ ഈ ഒരു വണ്ടി ഓടിക്കാനുള്ള അവസരം കിട്ടിയത് ട്രാക്കിലാണെന്നുള്ളൊരു ഗുണമായിട്ട് പറയാം. ഒരു ഗോക്കാ ട്രാക്കാണ്. അപ്പോൾ നമുക്ക് കൈ കൊടുത്ത് ഇങ്ങനെ കുന്തളിപ്പ് കാണിച്ച് ഓടിക്കാൻ ഒരു ട്രാക്ക് എന്ന് നിലയ്ക്കും. കോർണറിങ് എല്ലാം അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു ബൈക്കിൻ്റെ ഫീൽ ഉണ്ടെന്ന് പറയാനുള്ള ആ ഒരു കാര്യമുണ്ടെന്ന് നിലയ്ക്കൊക്കെ വണ്ടിയെ കാണാം. എനിക്ക് തോന്നുന്നു ഏകദേശം ബൈക്കുകൾക്ക് സമാനമായ ഒരു ഹാൻഡിലുള്ള വണ്ടിയായിട്ട് തോന്നി. അതായത് 130ഉം 110ഉമാണ് ടയർ സൈസ്. ആ ടയർ സൈസുകളിൽ അത്യാവശ്യം പറന്ന് കയറി പോകുന്നൊരു ഫീലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഇത്തിരി കുറവാണെന്നുള്ളതാണ്. പക്ഷേ കൈ കൊടുക്കുമ്പോൾ കയറി പോകുന്ന ഒരു ഫീൽ ഉണ്ടല്ലേ, അത് ശരിക്കും മികച്ചതാണ്. അങ്ങനെ പറയേണ്ട കാര്യമെന്ന് പറയുമ്പോൾ ഈ ഒരു ബാറ്ററിയുടെ ഒരു ടെക്നോളജിയും, കൂടാതെ ഈ ഒരു വണ്ടിയുടെ 0 to 40 എന്ന് പറയുന്നത് 3 സെക്കൻഡാണെന്നുള്ളതും ഒരു ഗുണമായിട്ട് കാണാം. അത് മാത്രമല്ല 100 കിലോമീറ്റർ സ്പീഡ്, 100 കിലോമീറ്റർ പുറത്ത് സ്പീഡുള്ളൊരു വണ്ടി കൂടിയാണിത്. അപ്പോൾ റേഞ്ചിൻ്റെ കാര്യം പറയണം. അതായത് ഇലക്ട്രിക് ബൈക്കുകൾ എപ്പോഴും റേഞ്ച് നോക്കിയിട്ടാണ് ആൾക്കാർ ഓടിക്കുക. അതായത് റേഞ്ച് വേണം. ഫ്യൂൽ എഫിഷ്യൻസിക്ക് പകരമാണല്ലോ നമ്മൾ EVയുടെ റേഞ്ച് നോക്കണം. അപ്പോൾ ഏകദേശം 150 കിലോമീറ്ററോളം റേഞ്ചുള്ളൊരു വണ്ടി എന്ന നിലയ്ക്ക് കൂടി ഈ ഒരു വണ്ടിയെ കാണാം. അതായത് 150 കിലോമീറ്റർ ഒറ്റ ചാർജിൽ പോകാൻ കഴിയുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഒരു ഒബൻ റോറിനെ കാണാം. അപ്പോൾ ഈ ഒരു ഒബൻ റോറിൻ്റെ ഒരു 3 USP ഞാൻ പറയാം. ഒന്ന് ഫാസ്റ്റസ്റ്റ് ആണ്. ഫാസ്റ്റസ്റ്റ് എന്ന് പറയുമ്പോൾ 100 കിലോമീറ്റർ പുറത്ത് പോകുന്ന EV എന്ന് പറയുമ്പോൾ, EV ബൈക്ക് എന്ന് പറയുമ്പോൾ അതൊരു ഗുണമായിട്ട് കാണാം. കൂടാതെ 0 to 40 എന്നുള്ളത് 3 സെക്കൻഡ്. നമുക്ക് 3 സെക്കൻഡ് ആ ഒരു തിരിനുള്ളാവും നോക്കാം. റെഡി, 1 2 3. 0 to 60 അല്ല, 0 to 40 3 സെക്കൻഡാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എപ്പായി നോക്കി. അപ്പോൾ അതൊരു കാര്യമായിട്ട് പറയാം. കൂടാതെ 150 കിലോമീറ്റർ എന്ന് പറയുന്ന റേഞ്ച് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 3 മോഡുകളുണ്ട്. ഈക്കോ, സിറ്റി, ഹവോക്ക്. അപ്പോൾ ഈക്കോയ്ക്ക് ഏകദേശം ഒരു 50 കിലോമീറ്ററും ആ ഒരു സിറ്റി മോഡിൽ ഏകദേശം ഒരു 70 കിലോമീറ്ററും അത് ഹവോക്ക് മോഡിൽ ഏകദേശം 100 കിലോമീറ്ററുമാണ് ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ആ ഒരു സ്പീഡ് ശരിക്കും കൈവരിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആ ഒരു സ്പീഡ് കോൺഫിഡൻ്റ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്നുള്ളത് ഈ ട്രാക്കിൽ ഓടിച്ചപ്പോൾ കിട്ടിയൊരു ഗുണമായിട്ട് കാണാം. കൂടാതെ ഒരു ബൈക്ക് നമ്മൾ മാറ്റിയിട്ടൊരു EV ആക്കുമ്പോൾ നമ്മുടെ ഒരു മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ചാർജിങ് ടൈമും റേഞ്ച് അനുസരിച്ച് ഒക്കെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു വണ്ടി 2 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവുന്നുള്ളത് ഒരു ഗുണമല്ലേ. അതായത് 2 മണിക്കൂർ മതി ഈ ഒരു വണ്ടി ചാർജ് ചെയ്യാനായിട്ട്. ആ ചാർജിങ് കേബിൾ ടാങ്കിനകത്ത് തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് കേബിൾ കൊണ്ടുനടക്കാനും ബുദ്ധിമുട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ചാർജായിട്ട് അത്യാവശ്യം സ്പീഡിൽ ഓടിച്ചു പോകാൻ പറ്റിയ ഒരു EV എന്ന നിലയ്ക്കാണ് ഈ ഒരു വണ്ടി കാണാൻ പറ്റുക. ഇതൊരു പ്രൊഡക്ഷൻ വേർഷൻ അല്ല കേട്ടോ. ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സ്പെക്ക് ചെയ്തിട്ട് നമുക്ക് പ്രിവ്യൂ തന്ന വേർഷനാണ്. അതായത് നമ്മൾ കണ്ടു, വണ്ടി ഓടിച്ചുകൂടി നോക്കണം എന്നുള്ള ഒരു നിലവിലാണ്. അപ്പോൾ അന്ന് കണ്ടപ്പോൾ നമ്മൾ കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അന്ന് കണ്ട കുറച്ച് നിഗിൾസും അല്ലെങ്കിൽ എന്താ പറയുക കുറച്ചൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഇഷ്യൂസൊക്കെ ഉണ്ട്. ഒരു പരിചയമൊക്കെ ശരിയായിട്ടുണ്ട്. എന്നാലും ഇനിയും കുറച്ചുകൂടി ബാക്കിയുണ്ട്. ദർ ഇസ് റൂം ഫോർ ഇമ്പ്രൂവ്മെൻറ്റ്. എനിക്ക് തോന്നുന്നു ഇതൊരു പ്രൊഡക്ഷൻ വേർഷനായിട്ട് മാറുമ്പോഴേക്കും എല്ലാം ഫിക്സ് ചെയ്യുമായിരിക്കും. അതൊരു പ്രതീക്ഷയാണ്. കൂടാതെ മിററുകൾ മാത്രമാണ് ഇത്തിരി ചെറുതായിട്ട് തോന്നുന്നത്. പക്ഷേ എല്ലാ EVയുടെയും മിറർ ഇപ്പോൾ ഒരു സൈസാണ്. അതായത് ഈ ഒരു മിറർ നമ്മളെല്ലാ വണ്ടിയിലും കണ്ടിട്ടുണ്ട്. ഹാൻഡിലെ ഒരു വിടുത്ത് വെച്ചിട്ട് എനിക്ക് തോന്നി അത്യാവശ്യം നല്ലൊരു ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡിലാണ്. അതായത് വലിയ ഹാൻഡിലാണെന്നുള്ളത് നമുക്കൊരു നിയന്ത്രണം തികച്ചും നന്നായി തരുന്നുണ്ട്. കൂടാതെ ഈ ഫുഡ് പെക്സിൻ്റെ പൊസിഷൻ നല്ലതാണ്. ടാങ്കിൽ കാലം വെച്ച് ഓടിക്കാനായിട്ട് ഒരു ഇത്തിരി സുഖം തോന്നി. ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നി. പിന്നെ ചാർജ് നിൽക്കുമെന്നുള്ളതാണ് ഒരു ഗുണം. കാരണം ഞാനിപ്പോൾ രാവിലെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രാക്കിൽ ഒരുപാട് തവണ ഞാൻ ഓടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഓടിക്കുമ്പോൾ ആ ഒരു ചാർജ് ഇറങ്ങി പോകാത്തൊരു ബിഹേവിയർ എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഗുണമായിട്ട് കാണാമല്ലോ. അതായത്
ആ ഒരു 150 കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്നത് ഈക്കോ മോഡിലാണെങ്കിൽ കൂടി. ഇപ്പോൾ നമ്മൾ ഓടിക്കുന്നത് എന്തായാലും 3 മോഡിലും അല്ല. അതായത് നമ്മൾ 3 മോഡ് മാറ്റി മാറ്റി ഓടിക്കില്ല. ഞാൻ എപ്പോഴും ഓടിക്കുന്ന ആ ഒരു ഹവോക്ക് മോഡിലാണ്. അത് ഏറ്റവും കൂടുതൽ ജ്യൂസ് എടുക്കുന്ന, ബാറ്ററി ജ്യൂസ് എടുക്കുന്ന മോഡ്. 100 കിലോമീറ്റർ സ്പീഡ് കൈവരിക്കാൻ പറ്റുമെന്നുള്ളത് അറിയാം. പക്ഷേ 100 കിലോമീറ്റർ ആവാൻ നോക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 100 കിലോമീറ്റർ നമ്മൾ ശ്രമിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു കോർണറിൽ നമ്മൾ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബാക്കൊന്ന് സ്ലൈഡ് ചെയ്ത് തോന്നി. ആ ഒരു ബാക്ക് സ്ലൈഡ് ചെയ്ത ഒരു ഫീൽ വന്നപ്പോൾ എനിക്ക് തോന്നി അതത്ര എളുപ്പമല്ല. അതായത് ഒരു റൂട്ടിൽ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഇത്തിരി കൂടി ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു 0 to 40 എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് എത്തുമെന്നുള്ളത് തന്നെ എനിക്ക് തോന്നുന്നില്ല അത്ര ആധികാരികമായിട്ട് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അതിൽ അതിശക്തിയൊന്നുമില്ല. 100 കിലോമീറ്റർ സ്പീഡ് എന്ന് പറയുന്നത് ഈ വണ്ടിയെ സംബന്ധിച്ച് എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ മീഡിയക്കാർ ഓടിച്ചപ്പോൾ 105, 106 കിട്ടിയെന്ന് പറഞ്ഞു. അതായത് അവരെനിക്ക് തോന്നുന്നത് ആ ഒരു വണ്ടി ഓടിക്കാൻ അത്രയും എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാരാണ്. അവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ബൈക്കൊക്കെ ട്രാക്കിൽ ഓടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കത് കിട്ടും. അതായത് ട്രാക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ ഒരു വണ്ടി ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഓവർടേക്കാണ്, സോറി. അപ്പോൾ ഈ ഒരു ഷൂട്ടിങ് കൊടുക്കാൻ വേണ്ടി ചെയ്തല്ലോ കേട്ടോ. അത് ഞാൻ ജസ്റ്റ് അവരെ ഒരു ബുദ്ധിമുട്ടിക്കേണ്ട അതിൽ കയറി പോകുന്നതാണ്. അപ്പോൾ കൈ കൊടുത്ത് അങ്ങനെ പാഞ്ഞ് കയറി പോകുന്നൊരു ഫീലുണ്ട് എന്നുള്ളത് ഒരു കാര്യമായിട്ട് പറയാം. അത് ബാക്കിലെ ബ്രേക്ക് കയ്യിലാണെന്നുള്ളത് മാത്രമാണ് എന്നെ സംബന്ധിച്ചൊരു ആദ്യത്തെ ഒരു ഇനീഷ്യലി കിട്ടാത്തൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. അതായത് ഇനീഷ്യലി ഒരു വണ്ടി നിർത്താത്തൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം തന്നെ നല്ലതായിരുന്നു. അതായത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു പ്രൊഡക്ഷൻ വേഷം വരുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് എല്ലാ കാര്യങ്ങളും ഡീസൻ്റാക്കി ചെയ്ത് ഒരു നല്ല വണ്ടിയായിട്ട് ഓപ്പൻ ഇറങ്ങുമെന്ന് വിചാരിക്കാം, റോഡ് ഇറങ്ങുമെന്ന് വിചാരിക്കാം. ഇനി 1.24, അതായത് 1,24,000 രൂപയാണ് ബാംഗ്ലൂരിൽ വേണ്ട വില. ഇത് ബാംഗ്ലൂരിൽ മാത്രമേ കിട്ടുള്ളൂ. അത് ബാംഗ്ലൂരിൽ മാത്രമേ കിട്ടുള്ളൂ, കേരളത്തിൽ വെച്ച് കുറേ സിറ്റികൾ കിട്ടും. അങ്ങനെ കിട്ടുമ്പോഴും ഏകദേശം ആ ഒരു സബ്സിഡിയൊക്കെ കഴിച്ചാണ് ആ പ്രൈസ് എന്ന് പറയുന്നത്. കൂടാതെ അത്യാവശ്യം സബ്സിഡിയൊക്കെ ബാംഗ്ലൂർ പോലുള്ള സിറ്റികളുണ്ട്. നമുക്ക് കേരളത്തിൽ സബ്സിഡി കുറവാണ്. പക്ഷേ കേരളത്തിൽ ഫേസ് 2 വരിക എന്നുള്ളത്. അതായത് അങ്ങനെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷൻ കൂടെ ആയിട്ട് തോന്നും. അതായത് 1,24,000 രൂപയ്ക്ക് നമുക്ക് കേരളത്തിൽ കിട്ടുകയാണെങ്കിൽ കേട്ടോ, അറിയില്ല. അപ്പോൾ ഫേസ് 2 വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ബാംഗ്ലൂർ പോലുള്ള സിറ്റികളിലെ മലയാളികൾക്ക് ഈ വണ്ടി മേടിക്കുക എന്നുള്ളൊരു ഗുണമുണ്ട്. മലയാളികൾക്കല്ല, എല്ലാവർക്കും മേടിക്കാം. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ മലയാളികളാണ് എന്നുള്ളതാണ് മലയാളികൾക്ക് ഞാൻ ഊന്നി പറഞ്ഞത്. അപ്പോൾ ഒരു ഇലക്ട്രിക് ബൈക്ക് നോക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടർ നോക്കുന്ന ആൾക്ക് ബൈക്ക് പോലുള്ള വണ്ടി വേണം. ഡെയിലി കമ്മ്യൂട്ടാണ്. അത്യാവശ്യം എഫർട്ട്ലെസ് ആയിട്ട് സഞ്ചരിക്കണം. അത്യാവശ്യം ഫാസ്റ്റായിട്ട് പോകണം. കൂടാതെ നല്ല റേഞ്ചൊക്കെ വേണമെങ്കിൽ ഈ ഒരു വണ്ടി ഒരു നല്ല ഓപ്ഷനായിട്ട് തോന്നി. അതായത് ഒബൻ റോർ എന്ന് പറയുന്ന ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു ഇലക്ട്രിക് ബൈക്കാണ്. ഇതിൻ്റെ ഒരു ടെക്നോളജിയും അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി കൈ കൊടുക്കാം കേട്ടോ. സത്യത്തിൽ ട്രാക്കിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ട്രാക്കിൽ ഓടിച്ചാലും മതിയാവില്ല എന്നൊരു പ്രശ്നമുണ്ട്. അത് പക്ഷേ ഒന്നും ചെയ്യാനില്ല. ഇലക്ട്രിക് വണ്ടികളുടെ ഒരു യുഗം വരികയാണ്. ആ യുഗത്തിൽ ഒരുപാട് വണ്ടികൾ നമ്മൾ കാണേണ്ടി വരും. അങ്ങനെ കാണേണ്ടുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഒരു റോറിനെ കാണാം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്പീഡോമീറ്റർ നമ്മൾ നോക്കണ്ട, പേടിക്കാനില്ല. അതായത് കംപ്ലീറ്റ്ലി ട്രാക്ക് നമുക്ക് കിട്ടിയേക്കാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ടെൻഷൻ കാര്യങ്ങളൊന്നും ഇല്ല. ഓടിച്ച് നോക്കാം, സ്പീഡ് എടുക്കാം. അത് കിട്ടിയ ആ ഒരു ട്രാക്കിൽ ഞാനിങ്ങനെ ഓടിച്ച് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഒരു വീഡിയോ ഇവിടെ കരുതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലെ കൂടി ക്ലിക്ക് ചെയ്യുക, എന്നാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ ചെയ്യണം തന്നെ അറിയാലോ. അപ്പോൾ ഈ ഒരു കോർണർ കൂടി ടാക്കിൾ ചെയ്തിട്ട് നിർത്താം. ടാക്കിൾ ചെയ്തു. 0 to 40 in 3 seconds. 1, 2, 3. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരെയ്ക്കും നന്ദി. ഒന്നുകൂടി റെഡി. 1, 2, 3. നമസ്കാരം.